യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെങ്കിൽ അതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാൻ കർത്താവ് തുടർന്ന് പറയുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. കൂടുതൽ വ്യക്തമാകുവാൻ നമുക്ക് ഇങ്ങനെയും പറയാം, യാചിക്കാതെ കിട്ടുന്നില്ല, അന്വേഷിക്കാതെ കണ്ടെത്തുന്നില്ല, മുട്ടാതെ തുറക്കപ്പെടുന്നതുമില്ല. ഗ്രേസ് എൽ നസീൻ എന്ന വനിത എഴുതിയ കവിതയിലെ ചില വാചകങ്ങൾ ഇങ്ങനെ: ഒരു ദിവസം അതിരാവിലെ ഞാൻ ഉണർന്നു, പകലിലേക്ക് ഞാൻ കുതിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. പ്രശ്നങ്ങൾ എന്നെ ചുറ്റിപ്പറ്റിയാണ്. ഓരോ ജോലിയും ഭാരമേറിയതായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം എന്നെ സഹായിക്കാത്തത്? ഞാൻ അത്ഭുതപ്പെട്ടു. അവിടുന്ന് മറുപടി പറഞ്ഞു, നീ ചോദിച്ചില്ല. സന്തോഷവും മനോഹാരിതയും കാണാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ദിവസം ചാരനിറവും ഇരുണ്ടതുമായി പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ് ദൈവം എന്നെ കാണിക്കാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, നീ അന്വേഷിച്ചില്ല. ഞാൻ ദൈവസന്നിധിയിൽ വരാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ എല്ലാ താക്കോലുകളും പൂട്ടു തുറക്കാൻ ഉപയോഗിച്ചു. എൻ്റെ കുഞ്ഞെ, നീ മുട്ടിയില്ല എന്ന് ദൈവം സൗമ്യമായും സ്നേഹത്തോടെയും പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വാതിൽപ്പടിയിൽ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അത് രൂക്ഷമാകുന്നത് വരെ കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. കിട്ടുന്നത് വരെയും യാചിക്കുക, കണ്ടെത്തുന്നത് വരെയും അന്വേഷിക്കുക, തുറക്കപ്പെടുന്നത് വരെയും മുട്ടിക്കൊണ്ടിരിക്കുക. Have a blessed day.